ഒന്ന് ആദരിക്കുന്നുണ്ട്. നമ്മൾ 90 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ നല്ല മുതിർന്ന പൗരന്മാർക്കൊന്നും വരാൻ പറ്റിയല്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കാണുക. വാർഡ് മെമ്പറും പ്രസിഡന്റും കൂടി വന്നേ. ശരി, എന്നാൽ വളരെ സന്തോഷം. എണീറ്റ് നടക്കാൻ കഴിയില്ല, എന്നാലും 92 വയസ്സോളായി. 92 വയസ്സായല്ലേ? 92 വയസ്സിൽ അതെ അല്ലേ? നല്ല ഒരു അസുഖം ഇല്ലാണ്ടിരിക്കും. അസുഖമില്ലാണ്ട് കെട്ടിഞ്ഞ് എല്ലാ പണിയിലെടുക്കും. ഇപ്പം പെട്ടെന്ന് ഒരു ചായ വെക്കാൻ വേണ്ട, ചായ വേണ്ട. ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് കൊണ്ട് കൊടുത്തേ. ഒന്ന് വീട്ടിലെ വാർഡ് മെമ്പർ. എനിക്ക് വേണ്ട, ഇപ്പം വേണ്ട. 75 വയസ്സുള്ള കുട്ടിയെല്ലാം ആദരിക്കുന്നുണ്ട്. ഇത് എന്റെ കുഞ്ഞാങ്ങളെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് അവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങള് അമ്മേനെ കൂട്ടാനാ വന്നിന് വിഷുവിന് അങ്ങ് പോകണം പോലും. അപ്പോൾ നമുക്ക് വിടാൻ കഴിയില്ല. അപ്പോൾ പോയിട്ട് 2 ദിവസം നിന്നിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. മറ്റന്നാള് കൊണ്ടാക്കുന്ന പറയുന്നത്. അവിടെ ഉരുത്തൂറാന്ന് എപ്പോഴും കണ്ടുമുട്ടാൻ പറഞ്ഞതേ ഇല്ല. ഒരു കൊല്ലം കൂടുമ്പോ വരുന്നതാണ് അമ്മേനെ കാണാനും പെങ്ങളെ കാണാനും. ഫോണ് വിളിക്കോ അഞ്ചു, പക്ഷെ നമ്മളെപ്പോ കശ്മശിയാണ്. അതുകൊണ്ടാ ഇത് നമ്മളെ മൂത്ത ഏട്ടന്റെ ഭാര്യ. മൂത്ത ഏട്ടൻ വെച്ചാല് 2ാമത്തെ ഏട്ടന്റെ. ഇവന്റെ ഭാര്യ ഏട്ടന്റെ ഇത് കൊടുത്താണ്. അവസരം നമ്മൾ വെളിയിൽ ഇവളെ കാണിക്കും കേട്ടാ. അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ 2 ദിവസം വിഷുവിന് ആടിയാന്ന് ഈ പ്രാവശ്യം. അതുകൊണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നുണ്ട്. ഇപ്പം സങ്കടമാണ് പോകുമ്പോൾ. മോനെ കാണാതെ സങ്കടം പറയൂ. പിന്നെ